കേരള കർഷക യൂണിയൻ കോതമംഗലം നിയോജക മണ്ഡലം നേതൃസംഗമം സംഘടിപ്പിച്ചു. കൃഷി നശിപ്പിക്കുന്ന വന്യജീവികളെ കൃഷിസ്ഥലത്ത് വെച്ച് തന്നെ നശിപ്പിക്കുവാൻ നിയമമുണ്ടാക്കണമെന്ന് നേതൃസംഗമം ആവശ്യപ്പെട്ടു. കാർഷിക മേഖലയിൽ വന്യജീവി ശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇവയെ നശിപ്പിക്കുവാൻ നിയമനമുണ്ടാക്കണം. കൃഷിസ്ഥലത്ത് വെച്ചു തന്നെ കർഷകർക്ക് ഇവയെ ഉന്മൂലനം ചെയ്യാൻ സാധിച്ചാൽ വന്യജീവി ശല്യം വലിയ തോതിൽ ഇല്ലാതാകും. ഇതിനായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നിയമനിർമ്മാണം നടത്തി പരിഹാരം കാണണമെന്നും യോഗം അഭിപ്രായപ്പെട്ടു. പരമ്പരാഗത കൃഷികളായ നാളികേരം, റബ്ബർ, നെല്ല്, കുരുമുളക്, ഏലം, കാപ്പി, തേയില, കൊക്കോ, ജാതി, ഇഞ്ചി, മഞ്ഞൾ, കശുവണ്ടി, പൈനാപ്പിൾ, വാഴ ഉൾപ്പെടെയുള്ള കൃഷികൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കണം. കർഷക പെൻഷൻ 5000 രൂപയാക്കണം. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കണം. ക്ഷീരമേഖലയെ പ്രോത്സാഹിപ്പിച്ച് പാലുൽപാദനം വർദ്ധിപ്പിക്കണം. ജപ്തി നടപടികൾ നിർത്തിവെക്കുകയും വായ്പയുടെ പലിശ ഒഴിവാക്കി വായ്പ കാലാവധി വർദ്ധിപ്പിക്കണം. കൃഷിനാശത്തിനും വന്യമൃഗ ആക്രമണം ഉണ്ടാകുന്നവർക്കുള്ള നഷ്ടപരിഹാരം കാലതാമസമില്ലാതെ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ നേതൃസംഗമം ആവശ്യപ്പെട്ടു. കർഷക യൂണിയൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജു വെട്ടിക്കുഴ അധ്യക്ഷത വഹിച്ച നേതൃസംഗമം മുൻമന്ത്രി ടി.യു. കുരുവിള ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം, കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ, നിയോജക മണ്ഡലം പ്രസിഡന്റ് എ.ടി. പൗലോസ്, സംസ്ഥാന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജോമി തെക്കേക്കര, റോയിസ് കറിയ, സി.കെ. സത്യൻ, ജോർജ് അമ്പാട്ട്, ജോജീസ് കറിയ, നേതാക്കളായ കെ.എം. എൽദോസ്, ബേബിച്ചൻ കൊച്ചുകരൂർ, ജോണി പുളിന്തടം, തോമസ് തെക്കേക്കര, മാമച്ചൻ സ്കറിയ, ജോസ് കവളമാക്കൽ, ബിനോയ് ജോസഫ്, ഷാജി അമ്പാട്ടുകുടി, സജി തെക്കേക്കര, ജോസ് തൊടുമേൽ, ജോം ജോസ്, ജോസി പോൾ, പി.ഡി. ബേബി, ലിസി പോൾ, റിജി പുല്ലുവഴിച്ചാൽ, സീന, ബേസിൽ ബേബി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.